പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ദേശീയ രാഷ്ട്രീയം വലിയ തോതിലുള്ള ഒരു ചേണിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കലങ്ങി മറിയലിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ആ കലങ്ങി മറിയലിന് നേതൃത്വം നൽകുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന, ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത് ഇന്ത്യയിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളല്ല എന്നും, മറിച്ച് പാർട്ടി കമ്മിറ്റിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ അല്ലെങ്കിൽ ഭാരവാഹികളോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയോ ഇതൊന്നുമില്ലാത്ത സാമൂഹ്യ മാധ്യമത്തിൽ രൂപം കൊണ്ട, ഇപ്പോഴും സാമൂഹ്യ മാധ്യമത്തിൽ തുടരുന്ന ഒരു സംവിധാനമാണ് എന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുന്ന ഏതൊരു രാഷ്ട്രീയ നിരീക്ഷകനെയും അത്ഭുതപ്പെടുത്തും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇതുപോലൊരു സംഭവം. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നമുക്കറിയാം, പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്, പൊടുന്നനെ രൂപപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ആം ആദ്മി പാർട്ടി 2014 രൂപീകരിക്കപ്പെട്ടതാണ്. അത് 2 ടേം ഡൽഹി ഭരിച്ചു. ഇപ്പോൾ പഞ്ചാബ് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള വിജയുടെ TVK എന്ന് പറയുന്ന പാർട്ടി, അത് രൂപീകരിച്ചിട്ട് ഒരു 3-4 വർഷമായുള്ളൂ, 2-3-4 വർഷമായിട്ടുള്ളൂ. അവരിപ്പോൾ തമിഴ്നാട് ഭരിക്കുന്നു. അങ്ങനെയുള്ള സംഭവവികാസങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മെയ് മാസം 2016 മെയ് മാസം 15 ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ രൂപപ്പെട്ട, ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നു എന്ന് പറയാവുന്ന ഒരു വലിയ യുവാക്കളുടെ കൂട്ടായ്മ, ഇന്ത്യ പതിറ്റാണ്ടുകളായി കാണാത്ത തരത്തിലുള്ള വലിയ ഒരു സമര പോരാട്ടത്തിന് ഇന്ത്യയുടെ തലസ്ഥാനത്ത് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടാടെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഡൽഹിയിൽ നടക്കുന്ന സമൂഹവാസങ്ങൾ നോക്കൂ. 10,000-കണക്കിന് യുവാക്കൾ അവർ നടത്തുന്ന സമരത്തിന് മുന്നിൽ ഇന്ത്യയിൽ 10-12 വർഷമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മോദി സർക്കാർ ഞെട്ടിത്തരിച്ചു നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മോദി സർക്കാരല്ല, നരേന്ദ്രമോദി പോലും ഞെട്ടിത്തരിച്ചു നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയും. തങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന സമരങ്ങളെ ഉരുക്കുമുട്ടിക്കൊണ്ട് നേരിടുന്ന മോദി സർക്കാരും മോദിയും ഈ യുവാക്കളുടെ സമരത്തിന് മുന്നിൽ ഞെട്ടി വിറച്ച് മുഖം കുമ്പിട്ട് നിൽക്കുന്ന കാഴ്ചയല്ലേ സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇങ്ങനൊരു സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമല്ലേ. മെയ് 15 എന്ന് പറയുമ്പോൾ മെയ് 15, ജൂൺ 15, ജൂലൈ 15, ഏതാണ്ട് 2-2.5 മാസക്കാലമേ ആയിട്ടുള്ളൂ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംവിധാനം സാമൂഹ്യ മാധ്യമങ്ങളിൽ രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ പാർട്ടിയുടെ രൂപീകരണം, അതിൻ്റെ വളർച്ച, അതിനൊക്കെ അവർ നന്ദി പറയേണ്ടത് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂർജയകാന്ത് എന്ന ന്യായാധിപനോടാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ആ ന്യായാധിപനാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ ആ പാർട്ടിയുടെ യഥാർത്ഥ സ്ഥാപകനായി നമ്മൾ പ്രഖ്യാപിക്കേണ്ടത് സൂർജയകാന്ത് എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസിനെയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹം വളരെ ആകസ്മികമായി നടത്തിയ, വളരെ ഇൻഅഡ്വർട്ടൻ്റായി നടത്തിയ ചില പരാമർശങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ ആശയും ആവേശവുമായി മാറിയ ഈ സംവിധാനം രൂപപ്പെടാൻ കാരണം എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് അദ്ദേഹത്തിനോടാണ് ഇവർ നന്ദി പറയേണ്ടത്. അദ്ദേഹത്തെയാണ് ഈ പാർട്ടിയുടെ സ്ഥാപകനായി പ്രഖ്യാപിക്കേണ്ടത് എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. അതായത് സുപ്രീം കോടതിയിൽ ഈ കഴിഞ്ഞ 2026 മെയ് 15 ഈ സീനിയർ ഡെസിഗ്നേഷൻ, അതായത് ഈ വക്കീലന്മാരെ കോടതികളിൽ കുറേ കഴിയുമ്പോഴത്തേക്കും സീനിയറായി പ്രഖ്യാപിക്കും, ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും, ഒരുപാട് കേസൊക്കെ ഉള്ള വക്കീലന്മാർ. അപ്പോൾ ഈ സീനിയർ ഡെസിഗ്നേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു
അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ഒരു കേസ് നൽകി. ആ കേസിന്റെ വാദം നടക്കുന്നതിനിടയിൽ ക്ഷുഭിതനായിട്ടുള്ള ചീഫ് ജസ്റ്റിസ് സൂർജയകാന്ത് ഈ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ നൽകുന്ന ഡിഗ്രികൾ അത് ശരിയായ ഡിഗ്രിയാണോ, ജെന്യുവനായിട്ടുള്ള ഡിഗ്രിയാണോ എന്നുള്ള വിഷയം CBIയെ ഏൽപ്പിക്കും എന്ന് അദ്ദേഹം ക്ഷുഭിതനായി 2026 മെയ് 15 ഞാൻ ഈ നേരത്തെ പറഞ്ഞ കേസിൻ്റെ വാദത്തിനിടയിൽ പറഞ്ഞു. അപ്പം അങ്ങനെ ക്ഷോഭിക്കുന്നതിനിടയിൽ അദ്ദേഹം ഈ ഡൽഹിയിലുള്ള ഒരുപാട് അഭിഭാഷകരുടെ ഡിഗ്രി വ്യാജ ഡിഗ്രിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ക്ഷോഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഡിഗ്രികളൊക്കെ വ്യാജമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് CBI അന്വേഷണം ആവശ്യപ്പെടുമെന്നും അദ്ദേഹം ക്ഷുഭിതനായി അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇത്തരം വ്യാജ ഡിഗ്രിയുള്ള അഭിഭാഷകരുമായി കൊളിയൂഡ് ചെയ്യുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് ഈ വ്യാജ ഡിഗ്രി ഉള്ള അഭിഭാഷകരെ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് CBI ഈ കാര്യം അന്വേഷിക്കാൻ ഏൽപ്പിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ഈ സീനിയർ വിഷയത്തിൽ വീണ്ടും കേസുമായി വന്ന ഈ അഭിഭാഷകനെ അദ്ദേഹം ശക്തമായി വിമർശിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഡിഗ്രി വ്യാജമാണോ അല്ലോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ CBI ഏൽപ്പിക്കാൻ പോവുകയാണ്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇതിൽ ഒന്നും ചെയ്യില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് CBI ഈ കാര്യത്തിൽ അന്വേഷിക്കുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു പരാമർശം നടത്തി. ആ പരാമർശം ഇങ്ങനെയാണ്: there are already parasites of society who attack the system and you want to join hands with them. അതായത് നമ്മുടെ സിസ്റ്റത്തിനെ ആക്രമിക്കുന്ന പരാന്നഭോജികൾ സമൂഹത്തിലുണ്ട് ഇപ്പോൾ തന്നെ. നിങ്ങൾ അവരുമായി ചേരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതാണ് അദ്ദേഹം ചോദിച്ചത്. there are already parasites of society who attack the system and you want to join hands with them. അദ്ദേഹം ചോദിച്ചു. there are youngsters like cockroaches who don't get any employment and don't have any place in profession. അതായത് പാറ്റകളെ പോലുള്ള ചെറുപ്പക്കാരുണ്ട്, അവർക്ക് തൊഴിലൊന്നും ലഭിക്കില്ല എന്ന് മാത്രമല്ല അവർക്ക് പ്രൊഫഷനിൽ ഒരു സ്ഥാനവുമില്ല. അതിൽ സം ഓഫ് ദം ബിക്കം മീഡിയ, അതിൽ ചിലർ മീഡിയ ആവും. സം ഓഫ് ദം ബിക്കം സോഷ്യൽ മീഡിയ, ചിലർ സോഷ്യൽ മീഡിയ ആവും. സം ഓഫ് ദം ബിക്കം RTI ആക്ടിവിസ്റ്റ്, ചിലർ RTI ആക്ടിവിസ്റ്റ് ആവും. സം ഓഫ് ദം ബിക്കം അതർ ആക്ടിവിസ്റ്റ്, അത് ചിലർ മറ്റ് ആക്ടിവിസ്റ്റുകളാവും. ആൻഡ് ദേ സ്റ്റാർട്ട് അറ്റാക്കിങ് എവരി വൺ, അവരെല്ലാവരെയും ആക്രമിക്കാൻ തുടങ്ങും. ആൻഡ് യു പീപ്പിൾ ഫയൽ കണ്ടംപ്റ്റ് പെറ്റീഷൻസ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യും? കോടതിയെ ലക്ഷ്യ കേസുകൾ ഫയൽ ചെയ്യും. ഇതാണ് സൂർജയകാന്ത് എന്ന് പറഞ്ഞ ചീഫ് ജസ്റ്റിസ് മേൽപ്പറഞ്ഞ കേസ് വാദത്തിനിടയിൽ ക്ഷുഭിതനായി പറഞ്ഞ വാചകങ്ങൾ. ഇത് വളരെ ആകസ്മികമായി അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ് എന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് തള്ളിക്കളയാം. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയാമോ സുഹൃത്തുക്കളെ? ഇവിടെ ബോസ്റ്റണിൽ ജീവിക്കുന്ന അഭിജിത്ത് ദീപ് കെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ബോസ്റ്റണിലാണ് ജീവിക്കുന്നത്. അദ്ദേഹം ഈ പ്രസ്താവന സൂർജയകാന്ത് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസ് നടത്തിയ മെയ് 15, 2026 പിറ്റേ ദിവസം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ ഒരു കമൻ്റ് ഇട്ടു. വാട്ട് ഇഫ് ഓൾ ദി കോക്രോച്ചസ് കം ടുഗദർ. അദ്ദേഹം പറഞ്ഞു, ഈ പാറ്റകളെല്ലാം ഒരുമിച്ച് വന്നാൽ എങ്ങനെയിരിക്കും എന്ന് അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ ഒരു കമൻ്റ് ഇട്ടു. സുഹൃത്തുക്കളെ, ആ കമൻ്റ് കാട്ടുതീ പോലെ പടർന്നു. അതിനോട് ലക്ഷങ്ങളാണ് പ്രതികരിച്ചത്. ലക്ഷങ്ങൾ പ്രതികരിച്ച് ഏതാണ്ട് 1-2 ആഴ്ചക്കുള്ളിൽ 22 മില്യൺ ആളുകളാണ് ലോകത്തെമ്പാടും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും ഈ കമൻറ്റിനോട് പ്രതികരിച്ചത്. ഏതാണ്ട് 220 ലക്ഷം പേര് ഈ കമൻറ്റിനോട് പ്രതികരിച്ചു. ആ പ്രതികരണമാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഉള്ള ദിവസങ്ങളിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള അതിലേക്ക് മാറി. കാരണം അഭിജിത്ത് ദീപ് കെ ഈ ഒരു മൂവ്മെൻറ്റിന് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ് പേരിട്ടു. അത് പിന്നീട് അതൊരു വലിയ മൂവ്മെൻ്റായി വളർന്നു. ലക്ഷങ്ങൾ അതിനകത്ത് പങ്കാളികളായി. അതിൽ 90% കൂടുതൽ ആളുകളും ചെറുപ്പക്കാരായിരുന്നു. ആ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഒരു 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 പ്രകടന പത്രിക ഉണ്ടാക്കി, അതിനൊരു ഭരണഘടന ഉണ്ടാക്കി. ആ പാർട്ടിയാണ് പിന്നീട്
ഡയറക്റ്റ് ഒരു സമരമുഖം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയിൽ വളർന്ന് പന്തലിക്കാൻ തുടങ്ങിയത്. അവരാണ് പിന്നീട് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേട് വിഷയത്തിൽ ജന്തർ മന്ദിറിൽ വലിയ സമരം ആരംഭിച്ചത്. ആ സമരമുഖത്താണ് പിന്നെ ഈ വാങ്ചുക്ക് എന്ന് പറയുന്ന ഈ സോനം വാങ്ചുക്കിൻ്റെ പിന്നെ നിരാഹാരം ആരംഭിച്ചത്. അത് പിന്നീട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് പറയാം. അത് ഇന്ത്യയെ പിടിച്ചുകുലുക്കുന്ന വലിയൊരു സമരമായി മാറി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഈ യുവാക്കളുടെ ഈ ഒരു പ്രസ്ഥാനം യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂർജയകാന്തിനോടാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. ശരിക്കും കോക്രോച്ച് ജനതാ പാർട്ടി തങ്ങളുടെ സ്ഥാപകനായി സൂർജയകാന്തിനെ തീരുമാനിക്കേണ്ടതാണ്. കാരണം 2026 മെയ് 15 സൂർജയകാന്ത് ഇങ്ങനൊരു പ്രസ്താവന ഇൻഅഡ്വർട്ടൻ്റായി നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാകുമായിരുന്നു സുഹൃത്തുക്കളെ. ആ പ്രസ്താവന നടത്തിയില്ലായിരുന്നെങ്കിൽ ഈ ഇന്ത്യയിലെ യുവാക്കൾക്ക് പിന്നെ ഒരു സമരമുഖം സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നോ? കഴിയില്ലായിരുന്നു. അതുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് മറക്കാൻ കഴിയാത്ത ഒരു പേരാണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂർജയകാന്തിൻ്റെത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.